വികാരങ്ങളും വിചാരങ്ങളും ഒരു സൈക്കിളിന്റെ രണ്ട് ടയർ പോലെയാണ്. വികാരങ്ങൾ നമ്മളെ വിചാരത്തിലേക്ക് നയിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് സമാധാനത്തിലേക്കാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം നമ്മിൽ വർദ്ധിക്കും തോറും വിചാരങ്ങളും വികാരങ്ങളും മറികടന്ന് സ്വസ്ഥതയും സമാധാനവും ആത്മാവിൻ്റെ ഫലവും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും നമ്മൾ ഒരുമിച്ച് പെട്ടെന്ന് ധ്യാനിക്കുക. അവിടെ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അടുത്തത് പറയുന്നു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അതെങ്ങനെയാ സാധിക്കുന്നത്? ജീവിതത്തിൽ വിചാരപ്പെടാനും ആകുലപ്പെടാനും 100 കൂട്ടം കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് പുതിയത് വന്നുകൊണ്ടിരിക്കുക. ഇന്നലത്തെ വിചാരങ്ങളും ഇന്നലത്തെ ആങ്സൈറ്റിയും അല്ല ഇന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത ലെയർ നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ ഭൂമി ജീവിക്കുമ്പം ആകുലതയും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും വിചാരങ്ങളും ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. പക്ഷെങ്കിൽ വചനം പറയുന്നത് നിങ്ങൾ ഇതിനെ ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ടെന്നുള്ളതാണ്. സാധാരണ മനുഷ്യന് ഇത് വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം അകത്തുള്ളൊരു ദൈവപൈതലിന് തൻ്റെ മുമ്പിൽ വരുന്ന വിചാരങ്ങളെയും വികാരങ്ങളെയും പ്രാർത്ഥനയായി അതിനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയും. പ്രാർത്ഥനയിലേക്കും സ്തോത്രത്തിലേക്കും അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന റിസൾട്ടാണ് സമാധാനം എന്ന് പറയുന്നത്. 2 കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. വികാരങ്ങളും വിചാരങ്ങളും പ്രാർത്ഥനയിലേക്കും സ്തോത്രത്തിലേക്കും നമ്മളതിനെ മാറ്റണം. അത്തരത്തിൽ നമ്മളതിനെ മാറ്റിക്കഴിയുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് സമാധാനം. അപ്പം ജീവിതത്തിൽ വരുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒരിക്കൽ ഒരു ദൈവമനുഷ്യനെക്കുറിച്ച് ഞാൻ കേട്ടത് ഇപ്രകാരമാണ്. പേരൊന്നും പറയുന്നില്ല. അതിശക്തമായ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹത്തെ ഒരു വ്യക്തി ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചു, നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിക്കും? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ 1/2 മണിക്കൂർ കൂടുതൽ പ്രാർത്ഥിക്കാറില്ല. അപ്പം ഇൻ്റർവ്യൂ ചെയ്ത ആൾക്ക് വലിയ ഒരു സംശയവും വലിയ ആകാംക്ഷയുമായി. അയ്യോ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഇത്രയും അത്ഭുതങ്ങൾ നടക്കുന്നു, നിങ്ങൾ 1/2 മണിക്കൂർ കൂടുതൽ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ 1/2 മണിക്കൂറിലധികം പ്രാർത്ഥിക്കാതിരിക്കാറുമില്ല. അതായത് എല്ലാ 1/2 മണിക്കൂർ കൂടുമ്പോഴും ഒരല്പസമയം അദ്ദേഹം ദൈവത്തോട് സംസാരിക്കുകയും തൻ്റെ വിഷയങ്ങൾ പങ്കുവെക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും നോക്കുന്നത് പ്രാർത്ഥനയുടെ ദൈർഘ്യമാണ്. പല ആളുകൾക്കും കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിനു പകരം നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന നമ്മളൊന്ന് പരിശീലിച്ചേ, അത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും. നിരന്തരമായി എപ്പോഴും പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ഇവിടെ പറയുന്നു, സ്തോത്രത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ആവശ്യത്തെ ദൈവത്തോട് അറിയിക്കുമ്പോൾ ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിൽ പകരപ്പെടും. ഇവിടെ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ മലയാളം പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കുമെന്ന്. ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയേക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഹിസ് പീസ് വിൽ ഗാർഡ് യു യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ആസ് യു ലിവ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പം സമാധാനം കൊണ്ട് നമ്മളെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു സൈന്യം പാളയം ഇറങ്ങി, അല്ലെങ്കിൽ ഒരു സൈന്യത്തിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷൻ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് പോലെ സമാധാനത്തിൻ്റെ ആ വലിയ പ്രൊട്ടക്ഷൻ, സമാധാനത്തിൻ്റെ ഒരു വലിയ ഭിത്തി നമ്മുടെ ഉള്ളത്തിൽ ദൈവം അങ്ങ് കെട്ടിപ്പോക്കും. അയ്യോ, സമാധാനം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ എന്തൊരു അനുഗ്രഹമാണ് ഓരോ നിമിഷവും. സമാധാനം ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല കേട്ടോ.
ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവിക സമാധാനം നിങ്ങളുടെ ഉള്ളത്തിൽ നിറയുമ്പോൾ അതൊരു വോള് പോലെ, അതൊരു ഒരു ഒരു ഭിത്തി പോലെയാണ്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഭിത്തിയാണ്, ഒരു മതിലാണ് സമാധാനം. ആ മതിൽ നിങ്ങളുടെ ഉള്ളത്തിൽ വളർന്നു വരണമെങ്കിൽ, അത് കെട്ടിപ്പൊക്കണമെങ്കിൽ പ്രാർത്ഥനയും സ്തോത്രത്തിലുള്ള ആ കവിഞ്ഞൊഴുക്കും എപ്പോഴും നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നന്മകളെ ഓർത്ത്, ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. വ്യാകുലപ്പെടുത്തുന്ന നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ദൈവത്തോട് പങ്കുവെക്കാം. അങ്ങനെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും സമാധാനവും സന്തോഷവും അനുഭവിച്ച് മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ ചുരുക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു.